ഹലോ എവ്രി വൺ. നമ്മൾ മൺചട്ടിയൊക്കെ വാങ്ങിക്കുമ്പം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ അതൊന്ന് മയക്കി എടുക്കുന്നത് നല്ലതാണ്. ഞാൻ സാധാരണ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. കൊണ്ടുവന്ന അന്നേരം തന്നെ അത് കഴുകിയിട്ട് അതിനകത്ത് കുക്കിംഗ് ഒക്കെ ചെയ്യും. അതുകൊണ്ട് എന്ത് പറ്റും, 2-3 മാസം കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പോൾ മയക്കി എടുക്കുകയാണെങ്കിൽ കുറേ നാളത് പൊട്ടാതെയൊക്കെ ഇരിക്കും. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മൾ ഒത്തിരി ദിവസമൊന്നും എടുത്തല്ല അത് മയക്കി എടുക്കുന്നത്, പെട്ടെന്ന് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ദിവസം കൊണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഈ മൺചട്ടി ഇന്ന് രാത്രി മൊത്തം ഈ ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിയിടാനായിട്ട് പോവുകയാണ്. ചട്ടിയും അതിൻ്റെ അടപ്പും ഒക്കെ നിറഞ്ഞ് നെകയ്ക്ക് വെള്ളം ഒഴിച്ച് അതിനകത്ത് ഒരു രാത്രി മുഴുവൻ അത് മുക്കി വെച്ചേക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതിനകത്ത് നിന്ന് നല്ല കുമിളകളൊക്കെ വന്ന് നന്നായിട്ട് അത് വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. പിന്നെ പിറ്റേ ദിവസം രാവിലെ അത് വെള്ളത്തിൽ നിന്നും എടുത്ത് മാറ്റിയിട്ട് ഒന്ന് കഴുകി ഒന്ന് ഡ്രൈ ആക്കണം. വെയിലത്തൊന്നും വെച്ച് ഉണക്കേണ്ട, കാറ്റത്തൊക്കെ വെച്ച് ഒന്ന് ഉണക്കുക. അത് കഴിഞ്ഞൊരു 11-12 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ചോറ് വെക്കുമല്ലോ. അപ്പോൾ ആ ചോറ് വെക്കുന്നതിൻ്റെ കഞ്ഞിവെള്ളം അത് ചൂടോടെ തന്നെ ഈ ചട്ടിയിൽ ഒഴിച്ചു വെക്കണം. ഒരു 3-4 മണിക്കൂർ ആ ചട്ടിയിൽ തന്നെ ഇരിക്കട്ടെ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ആ കഞ്ഞിവെള്ളം ഇതിനകത്ത് തന്നെ തിളപ്പിച്ച് വറ്റിക്കാനായിട്ട് പോവുകയാണ്. നമ്മളൊരു ദിവസം കൊണ്ട് പെട്ടെന്നാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ ഈ കഞ്ഞിവെള്ളം ഇന്ന് ഒഴിച്ചു വെക്കും, പിറ്റേ ദിവസം അത് കളഞ്ഞേച്ച് ആ ദിവസത്തെ ഒഴിച്ചു വെക്കാൻ 2-3 ദിവസം കഞ്ഞിവെള്ളം മാറിയൊക്കെ വെക്കും. അതുകൊണ്ട് അവരുടെ ചട്ടിയൊക്കെ ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും. നമ്മൾ പെട്ടെന്നുള്ള വിദ്യകളൊക്കെ ആയതുകൊണ്ട് അതിനൊക്കെ ഒപ്പിച്ചുള്ള ലാസ്റ്റിംഗ് ഒക്കെ കാണത്തുള്ളൂ. എന്തായാലും നമ്മളിത് ഒരു ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം മാത്രമേ ഇത് തിളപ്പിച്ച് വറ്റിക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതൊന്ന് തിളപ്പിക്കാനായിട്ട് പോവുകയാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളയ്ക്കുന്നിടം വരെ നമുക്കത് ഫ്ലെയിം ഹൈയിൽ തന്നെ വയ്ക്കാം. എന്നാൽ കഞ്ഞിവെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ അത് തിളച്ച് തൂകി ഗ്യാസൊക്കെ ഒത്തിരി വൃത്തികേടാകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ച് വറ്റിക്കുക. ഒരു മണിക്കൂറോളം എടുക്കും ഇത് വറ്റി വരാനായിട്ട്. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണമെന്നില്ല, അത് വെച്ചിട്ട് നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വന്ന് ഇളക്കി കൊടുക്കുക. എന്നാൽ തീർത്തും കഞ്ഞിവെള്ളം വറ്റി കഴിയുമ്പം അത് കൂടെ തന്നെ നിന്ന് കരിഞ്ഞു പോകാതെ വെള്ളമെല്ലാം വറ്റുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്യണം. ആ ചട്ടിയുടെ പുറത്തൊക്കെ വെള്ള ഡോട്ട് കണ്ടോ? നമ്മുടെ ഇവിടെ അഹമ്മദാബാദിലെ വെള്ളത്തിലൊക്കെ ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് ഇതുപോലെ സോൾട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. നാട്ടിലാകുമ്പോൾ അങ്ങനെ വരാനായിട്ട് ചാൻസ് ഇല്ല. നമ്മുടെ കഞ്ഞിവെള്ളം എല്ലാം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് കഴുകി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഡ്രൈ ആകാനായിട്ട് നമ്മൾ വെക്കണം. കാറ്റത്ത് ഉണക്കിയെടുത്താലും മതിയാകും. ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ച് എണ്ണ പുരട്ടി രാത്രി മൊത്തം വയ്ക്കാനായിട്ട് പോവുകയാണ്. നല്ലപോലെ ഒരു 5-6 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ചട്ടിയുടെ അകത്തും പുറത്തും അടപ്പയിലും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എക്സ്ട്രാ കുറച്ച് ഓയിൽ കാണും, അത് അതിനകത്ത് തന്നെ കിടന്നോട്ടെ. രാവിലെ ആകുമ്പോഴത്തേക്കിന് അതുമെല്ലാം ഈ ചട്ടി അബ്സോർബ് ചെയ്തിരിക്കും. അഥവാ ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്നും കൂടി ഒന്ന് ആ സമയത്ത് ചട്ടിയിലെല്ലാം ഒന്ന് പുരട്ടി കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്കിന് ഇതെടുത്തിട്ട് നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം കുക്ക് ചെയ്യുമ്പം എന്തെങ്കിലും തേങ്ങ ഒക്കെ അരച്ച കറികൾ വെക്കാനായിട്ട് ശ്രമിക്കുക. തീയലോ അല്ലെങ്കിൽ തേങ്ങ അരച്ച് ചാറുകറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് വേണം മീൻകറിയൊക്കെ വെക്കാനായിട്ട്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഒത്തിരി പഴകിയ ചട്ടികൾ 25-30 വർഷമായ ചട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് അമ്മച്ചിമാരൊക്കെ നല്ല രീതിയിൽ മയക്കിയെടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ലാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം മൺചട്ടികൾക്കൊക്കെ നല്ല വിലയായിട്ടുണ്ട്. അപ്പം കുറേ നാൾ നമുക്ക് കേടുകൂടാതെ കിട്ടും ഇങ്ങനെ മയക്കിയെടുക്കുകയാണെങ്കിൽ. പിന്നെ അതിൻ്റെ ആ ഒരു ഫ്രഷ് മഡിൻ്റെ ഒരു
ഫ്ലേവർ ഉണ്ടല്ലോ അതുമൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ നമ്മൾ രാവിലെ ആയപ്പോഴത്തേനും അതിനകത്തൊന്നും ഓയിലൊന്നും ബാക്കിയില്ല, നമുക്കിതിനകത്ത് കുക്കിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈസി ആയിട്ട് ഒന്ന് സീസണിങ് ചെയ്യുന്നത്. മൺചട്ടിയൊക്കെ ഒന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഇനി പുതുതായിട്ട് ചട്ടി വാങ്ങിക്കുമ്പം ഇതുപോലെ മയക്കി ഉപയോഗിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.